എടോ ഞാനെന്തിനും ഹെൽപ്പ് ചെയ്യണോ? വേണ്ട ഏട്ടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഏട്ടൻ അവിടെ ഇരുന്നോ. അല്ല മോളെങ്ങോട്ടെ തുണിയും കൊണ്ട്? ഇതൊന്ന് മിഷനിലിടാനാ അമ്മേ. മോളെ ഇതൊക്കെ അമ്മ ചെയ്തോളാ. ഇനി ആകെപ്പാട് അവന് 20 ദിവസമല്ലേ ലീവുള്ളൂ. അതുവരെ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കും. കുഴപ്പമില്ല അമ്മേ, ഇതൊക്കെ ഒന്ന് മിഷനിലിടാനല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ, അത് ഞാൻ ചെയ്തോളാം. മോൾ ഇവിടെ നിന്നോ. അമ്മേ, ഞാൻ വീട്ടിലെല്ലാ പണിയും ചെയ്യുന്ന ആളാണ്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ അമ്മ ഇതൊക്കെ ചെയ്യാതിരിപ്പിക്കുന്നത്? മോളെ വീട്ടിൽ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെ പണിയെടുക്കണമെന്നില്ല കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ടും പോകാണ്ടെങ്കിൽ പോയിക്കോളി തന്നെ. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറില്ലേ അമ്മ ഭയങ്കര പാവാന്ന്. ഇപ്പൊ കണ്ടില്ലേ, അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, എല്ലാ അമ്മമാർക്കും മക്കളെ ഇഷ്ടമായിരിക്കും. എന്തായാലും കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ സ്വന്തം മോളായിട്ട് കാണുന്ന അമ്മ എപ്പോഴും പറയാറുണ്ട്. എന്നാലും ഞാൻ പോയാലും നീ ഇവിടെ ഹാപ്പി ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായില്ലേ ഏട്ടാ. ഇന്നേ വരെ എന്നെ കൊണ്ട് ഒരു പണി അമ്മ അവിടെ അടുപ്പിച്ചില്ല. രാവിലെ എണീറ്റാ പാവ എല്ലാ പണിയും ഒറ്റയ്ക്ക് തന്നെ ചെയ്യും. ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീട് പണിക്ക് അമ്മയെ സഹായിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഗൾഫിൽ പോയതിനു ശേഷം ലീവിന് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് അമ്മ സമ്മതിക്കാറില്ല. അതെ, ഏട്ടന് കുറച്ചുകൂടി ലീവ് നീട്ടിക്കൂടെ? എടോ, കല്യാണ സമയത്ത് 2 മാസം ലീവിന് വരുന്നൊക്കെ വിചാരിച്ചാ. പക്ഷെ പെട്ടെന്നൊരു പ്രൊജക്റ്റ് വന്നടോ. ഇപ്പൊ 1 മാസം കിട്ടി തന്നെ എന്തോ ഒരു ഭാഗ്യ. അത് കാര്യമാക്കണം കേട്ടോ. എന്തായാലും ഒരു 5-6 മാസം കൊണ്ട് ഈ പ്രൊജക്റ്റ് തീരും. പിന്നെ ഒരു 10-40 ദിവസം ലീവ് എടുത്ത് ഞാൻ വരുന്നുണ്ട്. അതായത് നമുക്ക് അടിപൊളിയാക്കട്ടെ. അല്ല മക്കളെ, കല്യാണം കണ്ട് 10 ദിവസമായില്ലേ. പിന്നെ മോൻ്റെ ലീവും കഴിയാനായി. നിങ്ങൾ വരെ ഹണിമൂണിനും പോകിൻ. ഇല്ലമ്മേ, ഞാൻ തന്നെ പറഞ്ഞ് പോകണ്ടാന്ന്. എനിക്ക് ക്ലാസ് ഉണ്ട്. 2 മാസം കഴിഞ്ഞ് എക്സാം വരുമല്ലേ. അപ്പോൾ കട്ട് ചെയ്താൽ ശരിയാവില്ല. പിന്നെ 5 മാസം കഴിഞ്ഞായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവല്ലേ ഏട്ടാ? കല്യാണം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമം തന്നെയാണ്. പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര പ്രവാസികളുടെ ഭാര്യമാരാണ് അങ്ങനെ പിരിഞ്ഞിരിക്കുന്നത്. മോളെ, അത് അവന് ഇവിടെ 2 മാസം അവിടെ 2 മാസം മാറിയിട്ടല്ലേ ജോലി. അത് കാരണമോ കൊണ്ടുപോകാത്തത്. എന്ത് ചെയ്യാനാ? പെണ്ണാണാ വന്നപ്പോഴേ കല്യാണത്തിന് ശേഷം പഠിപ്പിക്കാമെന്ന് പറഞ്ഞത് എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമായില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഓക്കെ, നല്ല അമ്മയും മോനും. എടോ, നമ്മുടെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസം ജോലി ഉണ്ട് പറഞ്ഞത് ഭർത്താവായി നമുക്കൊന്നൊരു വെയിറ്റ് ഇല്ലേ? അതൊക്കെ ആരുടെ മുടക്കം പറയാം. ഞാൻ പോയിട്ടെ അമ്മ അറിയാണ്ട് ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുതരാം. അമ്മ കണ്ട എന്നെ അടുക്കള കയറ്റൂല. ഞാൻ ഉണ്ടാക്കിയ ചായ തേരെ കുടിച്ചില്ലല്ലോ. ഇല്ല, കൊണ്ടുപോവാ. പോട്ടെ. മോളെ, ഒരാൾ പുറത്തു പോകാൻ നിൽക്കുമ്പോഴേ കരഞ്ഞുകൊണ്ട് യാത്രയാക്കരുത്. എന്തായാലും അവൻ 5 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമല്ലോ. ഇതാണ് 2 എയർപോർട്ടിൽ വരണ്ടാകുന്നത്. അവിടെയും വന്നിട്ട് ഇതുപോലെ കരയാന്നുണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ തിരിച്ചു വരും. എടാ, 5 മാസം കഴിഞ്ഞിട്ട് വരില്ലേ? പിന്നെന്താ, ഹാപ്പി ആയിട്ടിരിക്കും. പിള്ളേരവിടെ കാത്തുനിൽക്കുന്നുണ്ട്. പോട്ടെ. ശരി മോനെ, ഒന്ന് പോയിട്ടോ. ശരി അമ്മേ. മോളെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലമ്മേ, ഞാൻ പിന്നെ കഴിക്കാം. എന്നാൽ പിന്നെ മോള് കുറച്ച് നേരം ഇവിടെ ഇരിക്കി. വിശക്കുമ്പോൾ വന്ന് കഴിച്ചാൽ മതി കേട്ടോ. ആ ഏട്ടാ, ശരി. അമ്മേ, ഏട്ടന് ബോർഡിങ് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ബോർഡിങ് കഴിഞ്ഞു അല്ലേ? അവൻ ഒരു പ്രാവശ്യം മോളെ ഗൾഫിലേക്ക് പോകുമ്പോഴേ ഫ്ലൈറ്റ് ക്യാൻസലായി അവൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഒരു സമാധാനമായത്. അതേ, ഭർത്താവ് ഗൾഫിലേക്ക് പോയെന്ന് പറഞ്ഞിട്ടേ ഇങ്ങനെ തലയും താഴ്ത്തിങ്ങാടുന്ന ഇവിടുത്തെ പണി അങ്ങനെ ചെയ്യാനാ? രാവിലെ ഇവിടെ ചായ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി അടിക്കണ്ടേ, തുടക്കണ്ടേ, തുണി അലക്കണ്ടേ, ചോറും കറി ഉണ്ടാക്കണ്ടേ? നീ ഇങ്ങനെ വിഷാദം അടിച്ചുകൊണ്ടിരുന്നാലേ ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യുന്ന പറഞ്ഞിട്ടാ? നീ എന്താണ് എന്നെ കാണാത്ത പോലെ നോക്കുന്നത്? വന്ന് പണിയെടുക്ക്. ഇനിയേ ഇവിടെ ഒരു പണി ഞാൻ ചെയ്യില്ല. ഇത്രയും ദിവസം 2 ആൾക്ക് നല്ലോണം വെച്ചൊരുക്കി ഞാൻ തന്നില്ലേ? എന്താ ഈ മുറ്റം കിടക്കുന്ന കോലം? ഈ പെണ്ണ് ഇത്ര നേരം മുറ്റം അടിച്ചിട്ടില്ലേ? അയ്യോ, ഇത് രാവിലെ നേരത്തെ എണിക്കുന്നത് കണ്ടല്ലോ. ഇത് എവിടെ പോയി ഇരിക്കുക?
അല്ല, നീ എന്തിനാ ഈ ദിവസം 2-3 ഡ്രസ്സ് മാറ്റി മാറ്റിയിടണ്? വല്ല സിനിമയിൽ അഭിനയിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അമ്മ വീട്ടിൽ പണി ചെയ്യുമ്പോൾ വേർക്കൂലേ, അപ്പോൾ പിന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റണ്ടേ? അങ്ങനെ വയർക്കുമ്പോഴേക്കേ നീ ഡ്രസ്സ് മാറ്റി 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 ഇടണ്ട. നിന്റെ ഭർത്താവൊന്നും ഇവിടെ ഇല്ലല്ലോ, അവൻ ഗൾഫിലല്ലേ. പിന്നെ നീ ആരെ കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇടുന്നത്? എന്താ അമ്മേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അങ്ങനെ തന്നെയാണ്. അല്ല, എനിക്ക് ഈ മെഷീനിൽ തന്നെ ഇട്ട് അലക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? അവൻ വന്നിട്ടേ 1 മാസം മെഷീനിലിട്ട് അലക്കിയിരിക്കുക. കറണ്ട് ബില്ല് എത്ര വന്നെന്ന് നീ പറയുന്നത്? അവനില്ലാത്ത ടൈമിൽ ഞാൻ അത് തൊടാറില്ല. നീ അതിനൊക്കെ എടുക്കുക, എന്നിട്ട് കല്ലിൽ പോയി നല്ലപോലെ അലക്ക്. ഇത്രയും ഡ്രസ്സ് കല്ലിലിട്ട് അലക്കാനോ? അതാണ് പറയുന്നത്, 2-3 ഡ്രസ്സ് ഒരു ദിവസം മാറ്റണ്ടാന്ന്. ഒരെണ്ണം ആണെങ്കിലോ വെറുതെ കല്ലിട്ടൊന്നും ഇങ്ങനെ ആക്കിയാൽ പോരെ. 5 രൂപൻ്റെ സോപ്പ് ഉണ്ടെങ്കിൽ ഒരാഴ്ച അലക്കാം. നീ വെറുതെ കറണ്ട് ബില്ല് കളയാൻ നോക്കണ്ട. അതിൻ്റെ അടുത്തിട്ടേ പിന്നെ കല്ലിൽ കൊണ്ടിട്ട് അലക്ക്. അവൻ്റെ പൈസ നശിപ്പിക്കാൻ വേണ്ടി നടക്കുക. നല്ല പെണ്ണ്. എന്താടി പെണ്ണെ നിന്റെ പ്രശ്നം? തുടയ്ക്കാൻ പറഞ്ഞപ്പോൾ തുടച്ചും കൊണ്ട് അവിടെ ഇരിക്കുന്നു. തുണി അലക്കാൻ പറഞ്ഞാൽ തുണി അലക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നു. മുറ്റം അടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു. നീ എല്ലാ പണിയും കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കേ. നീ ചെറുപ്പക്കാരിയല്ലേ. അവരോടുള്ള സമയത്ത് ഞാൻ ഇവിടുത്തെ പണി മുഴുവൻ ചെയ്ത് അത് നീ കണ്ടതല്ലേ? അതമ്മ പീരീഡ്സ് ആവാനായി, അതിൻ്റെ വേദന ഉണ്ട്. പീരിയഡ്സോ? ഞാൻ പറഞ്ഞില്ലേ മക്കൾ വേണമെന്നുള്ളത്. അത് രണ്ടിനും വല്ല ബോധമുണ്ടോ? ഇനിയിപ്പോൾ അവൻ ഗൾഫിലും പോയില്ലേ, ഇനിയിപ്പോൾ ഏത് കാലത്താകും കൊണ്ടിരിക്കുക? അമ്മ എനിക്ക് എക്സാം ആവാനായില്ലേ, ഇനിയിപ്പോൾ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് മതി കുഞ്ഞെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. നീ അങ്ങനെ പഠിച്ചാൽ കളക്ടറാകാൻ പോകണല്ലോ. ഈ നീട്ടിക്കൊണ്ട് പോയാലേ കുഞ്ഞുങ്ങൾ വേണം പറയുന്ന സമയത്ത് ഉണ്ടാവുകയൊന്നുമില്ല. ആ ലക്ഷ്മിൻ്റെ മോന് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, ഇതുവരെയും കുട്ടികളായിട്ടില്ല. നീ വേഗം അടിച്ചു വാരിട്ടെ ചോദിച്ചിട്ട് വാ. ഇതൊക്കെ ആരോട് പറയേ? ഈ പെണ്ണ് ഇവിടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. അത് ശരി, തമ്പുരാട്ടി കഥ ഓടിച്ചതിനുള്ളിൽ വന്നിരിക്കുക. നീ ആള് കൊള്ളാലോ മോളെ. അമ്മ ഏട്ടനിപ്പോൾ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അതുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്തിരിക്കാം. അവനാകെ ആഴ്ച ഒരു ദിവസമല്ലേ ലീവ് കിട്ടുള്ളൂ. അതവൻ്റെ കമ്പനിക്കാരനോട് സന്തോഷമായിട്ടിരിക്കട്ടെ. നീ എന്തിനാ ഇടയ്ക്ക് എൻ്റെ മോനെ വിളിച്ചിട്ട് വീഡിയോ കോളിൽ വിളിച്ചാണ് സമാധാനം മുഴുവനും കളയാൻ പോകുന്നത്? നീ ഒന്ന് അടുക്കളയിൽ പണി നോക്ക്. അവൻ രാത്രി എന്തായാലും ഫോൺ ചെയ്യല്ലോ, അപ്പോൾ സംസാരിച്ചാൽ മതി. ഇങ്ങോട്ട് എണിച്ച് വാങ്ങിട്ടിക്ക്. അമ്മ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കുമ്പോഴേ ഞാൻ പറഞ്ഞോളാം, ഇവിടെ തമ്പുരാട്ടിക്ക് നല്ല തിരക്കാണെന്ന്. നീ ഫോൺ അവിടെ വെച്ചിട്ട് വാ. നീ എന്താ മനുഷ്യ പറയുന്നേ? നീയല്ലേ പറഞ്ഞ നിന്റെ അമ്മായിമ്മ വളരെ പാവമാണ്, നിന്നെ കൊണ്ട് ഒരു പണി എടുപ്പിക്കില്ലാന്ന്. ഇതിപ്പോ ഹസ്ബൻഡ് ഗൾഫ് പോയതും ഇങ്ങനെ ഒരാൾ മാറും? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ചേച്ചി. ഏട്ടുള്ള സമയത്ത് അമ്മൻ്റെ സ്വഭാവേ അല്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. നീ ഒരു കാര്യം ചെയ്, നിന്റെ ഏട്ടനോട് വിളിച്ചിട്ടേ കാര്യങ്ങളൊക്കെ പറയും. ചേച്ചി ഏട്ടനൊരു പാവല്ലേ, ഇപ്പം ലീവ് കഴിഞ്ഞ് പോയിട്ടല്ലേ ഉള്ളൂ. അതുമല്ല ഏട്ടനവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിപ്പോൾ അമ്മ ദ്രോഹിക്കുന്ന കാര്യം കൂടി പറയുമ്പോൾ അത് ഏട്ടന് വിഷമാവില്ലേ? അത് മാത്രമല്ല ഏട്ടൻ ഇവിടെ ഉള്ള സമയത്ത് അമ്മ എന്നെ അത്രയും സ്നേഹിച്ചല്ലേ. ഇനിയിപ്പോൾ അമ്മ ഇങ്ങനെ ദ്രോഹിക്കുന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ഏട്ടനത് വിശ്വസിക്കുമോ? ഞാൻ കള്ളം പറയാമെന്ന് വിചാരിക്കല്ലേ ഉള്ളൂ. അത് ശരി, മോനുള്ളപ്പോ ഒരു സ്വഭാവം, മോൻ ഇല്ലാത്തപ്പോ വേറൊരു സ്വഭാവം അല്ലേ? എടോ, ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ. നീ ഇങ്ങനെ താന്ന് നിന്നാലേ ഒരുപാട് കഷ്ടപ്പെടും. നീ നന്നായിട്ട് പ്രതികരിച്ചോ, അതേ ഒരു വഴിയുള്ളൂ. അയ്യോ ചേച്ചി, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന അവരുടെ കൂടെ സന്തോഷമായിരിക്കാനല്ലേ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രതികരിക്കുക എന്ന് പറയുന്നത്. അത് തന്നെയാടോ ഞാനും പറഞ്ഞത്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടേ വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സന്തോഷത്തോടെ നിൽക്കാനും എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെ വേണ്ടിട്ട് തന്നെയാ വരുന്നത്. അല്ലാണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ആ കുടുംബം പിരിപ്പിക്കാനോ അമ്മായിമ്മയായിട്ട് അടി ഉണ്ടാക്കാനോ ഒന്നല്ലല്ലോ പോകുന്നത്. പക്ഷെ ആ ചിന്ത അമ്മായിമ്മയ്ക്ക് കൂടി വേണ്ടേ? എടോ, ഈ അമ്മായിമാര് ദ്രോഹിക്കുമ്പോഴേ അവർ ഇന്ന് മാറും നാളെ മാറും വിചാരിച്ചിട്ടേ കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയം ഉണ്ടാവും. അവരൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. നമ്മളിവിടെ വേലക്കാരിയായിട്ട് ജോലി ചെയ്യാൻ പോയതൊന്നും അല്ലല്ലോ, അവരെ മോന്റെ ഭാര്യയായിട്ട് പോയതല്ലേ. അപ്പൊ പിന്നെ നീ തൽക്കാലം പ്രതികരിച്ചോ, അത് തന്നെ വഴിയുള്ളൂ. നീ പ്രതികരിക്കാൻ തുടങ്ങിയാല് അവിടുത്തെ സാഹചര്യങ്ങൾ മാറും, എനിക്ക് ഉറപ്പുണ്ട്. ശരി ചേച്ചി. അതെ, നീ എന്താ ചെയ്യുന്നത്?
രാവിലെ ചിത്രവും വെച്ചുകൊണ്ടിരിക്കുക. ഇത് ചിത്രഭൂമിയാണോ അമ്മേ? ഞാൻ പഠിക്കുകയാണ്, എനിക്ക് എക്സാം ആവാനായി. എന്ത് എക്സാം, എന്ത് പഠിപ്പ്? വീട്ടിലെ പണിയെടുക്കാൻ തന്നെയല്ലേ, അതിന് പഠിപ്പും കിടപ്പൊന്നും വേണ്ട. നീ പണിയെടുക്കാൻ നോക്ക്. അമ്മ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? പെണ്ണ് കാണാൻ വന്നപ്പോഴും കല്യാണം ഉറപ്പിച്ചപ്പോഴും ഒക്കെ പറഞ്ഞത് കല്യാണത്തിന് ശേഷം പഠിക്കുകയോ ജോലിക്ക് പോവോ എന്താ ചെയ്തോന്നാണല്ലോ. ഇപ്പം എന്താ മാറ്റി പറയുന്നത്? പെണ്ണ് കാണാൻ വരുമ്പോഴും കല്യാണം ഉറപ്പിക്കുമ്പോഴും പലതും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അതൊന്നും നീ കാര്യമാക്കണ്ട. നീ ഫുൾ ടൈമിൽ പഠിച്ചുകൊണ്ടിരുന്നാലേ ഇവിടുത്തെ പണിയെ കാര്യം ചെയ്യുന്ന പറഞ്ഞിട്ടാ. രാവിലെ 5 മണിക്ക് നീറ്റാമ്മേ. അടിച്ചു തുടച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അതിനുശേഷം ഞാൻ പഠിക്കാനിരുന്നത്. എനിക്ക് കുറേ പഠിക്കാനുണ്ട്, അമ്മ ഡിസ്റ്റർബ് ചെയ്യല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയോ? ഉച്ചയ്ക്ക് ചോറ് വെക്കണ്ടേ, കറി ഉണ്ടാക്കണ്ടേ, തുണി അലക്കണ്ടേ, മേലെ കൊണ്ട് ഉണങ്ങാനിടണ്ടേ, രാത്രിക്ക് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെക്കണ്ടേ? ഇതൊക്കെ ആരാ ചെയ്യാ? അതിന് ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മൾ 2 ആളില്ലേ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അമ്മ ഉണ്ടാക്ക്. പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇടാനല്ലേ, അതും കൂടി അമ്മയ്ക്ക് പറ്റില്ലേ? അയ്യോ, ഇതെന്താടി? നിന്റെ നാവിന് നല്ല നീളമാണല്ലോ. ഓ, അമ്മൻ്റെ നാവിന് പിന്നെ തീരെ നീളമില്ലല്ലോ. ദേ പെണ്ണെ, മര്യാദക്ക് സംസാരിച്ചോട്ടാ. നീ എൻ്റെ വീട്ടിൽ വേണ്ടി എന്നെ ഭരിക്കാൻ നോക്ക്. കുത്തുഞ്ഞോലോ. ആ, നിങ്ങളൊന്ന് കുത്തി നോക്ക്. അമ്മായിമ്മ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ പോലീസിൽ ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. നീ എന്താ മോളെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പോലീസ് കേസ് എന്നൊക്കെ പറയുന്നത്? ഇപ്പോൾ നീ നിൻ്റെ അമ്മയും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അമ്മനെ പിടിച്ച് ജയിലിലിടുവോ? ഓ, ഇപ്പോഴത്തെ മരുമക്കന്മാരോട് തമാശ പോലും പറയാൻ പറ്റുന്നില്ല. നീ പഠിക്കും മോളെ നല്ലോണം. അമ്മ ചായ ഇട്ടിട്ട് വരാം. എൻ്റെ അമ്മോ, ഇതെന്ത് പെണ്ണാത്? ഇപ്പോഴത്തെ മരുമക്കന്മാരടുത്ത് ഒന്നും പറയാനോ ചെയ്യാനോ ഒന്നും പറ്റില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീൽസ് എടുത്ത് കണ്ട് മൊബൈലിട്ട് ഞാൻ വൈറലാവില്ലേ? വല്ലാത്തൊരു കാലമായി പോയി. എന്താ വഞ്ചി മരുമോളൊക്കെ കണ്ട്? എൻ്റെ സുധാകരേട്ടാ, ഒന്നും പറയാനില്ല. എന്നിയും മോശട്ട് മരുമോളി എൻ്റെ കുടുംബത്തിൽ വന്ന് കേറിയോ, അന്ന് തൊട്ട് വെച്ചടി നല്ല ഉയർച്ച നമുക്ക്. നന്നായി വഞ്ചേ, ഈ കാലത്തെ ഇങ്ങനത്തെ പെൺകുട്ടികൾ കിട്ടുക വലിയ കാര്യമാണ്. എന്നാ ശരി, ആയിക്കോട്ടെ. എന്താ അമ്മേ, എന്നെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അത് സുധാകരേട്ടനെ മരുമോളുടെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒന്നും കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് പറഞ്ഞു. നാവ് വായിലിട്ടേ ഉള്ളൂ, അപ്പോഴേക്കങ്ങ് മോള് വന്നു. അതെ, ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവാട്ടോ. അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഏട്ടടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചതാ. അതെങ്ങനെ ശരിയാവാനാ? നീ ഇട്ടിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കുന്ന ആള് വേണ്ടേ? ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോകാൻ അമ്മൻ്റെ പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അമ്മനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ അമ്മയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട് നീ നിന്റെ വീട്ടിൽ പോകുന്നതിന്? ഇനി അച്ഛൻ വരാൻ കാത്തൊന്നും നിൽക്കണ്ട. ഓട്ടോറിക്ഷ എന്തെങ്കിലും കിട്ടും, ഇപ്പൊ തന്നെ അങ്ങ് പോയിക്കോ.